നമസ്കാരം. എല്ലാ പ്രിയ കൂട്ടുകാർക്കും +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ഫംഗ്ഷൻ എങ്ങനെ എഴുതാം എന്നായിരുന്നു. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഫംഗ്ഷൻ ബേസ്ഡ് പ്രോഗ്രാം എങ്ങനെ എഴുതാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫംഗ്ഷനും വേണം, അതിനെ കൂടാതെ അതിനൊരു പ്രോഗ്രാമാക്കി മാറ്റുകയും വേണം. പ്രോഗ്രാമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ എന്ത് വേണം? അതിൽ മെയിൻ ഫംഗ്ഷനും കൂടി ഉൾപ്പെടുത്തണം. ഓക്കെ, അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ. റൈറ്റ് എ പ്രോഗ്രാം. നോക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു കാൽക്കുലേറ്റ് ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള പ്രോഗ്രാം എഴുതണം. ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ചെറിയൊരു പ്രോഗ്രാമാണ് എഴുതുന്നത് ആദ്യമായിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫംഗ്ഷനെ പറ്റി ആലോചിക്കാം. ഒരു പർട്ടിക്കുലർ ടാസ്ക് പെർഫോം ചെയ്യാനാണ് ഫംഗ്ഷൻ. ഇവിടെ എന്ത് ടാസ്ക്കാണ് പെർഫോം ചെയ്യേണ്ടത്? ആലോചിച്ച് നോക്കുക. എന്ത് ടാസ്ക്കാണ്? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാൻ. അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, ഒരു റെക്റ്റാങ്കിൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ചതുരം, ലെങ്ത്, ബ്രെഡ്ത്ത്, അല്ലേ? ഈ രണ്ട് കാര്യങ്ങളുമാണ് റെക്റ്റാങ്കിളിൽ ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏരിയ എന്ന് പറയുന്നത് L×B ആണ്, ലെങ്ത് ബ്രെഡ്ത്ത് ആണ്. അപ്പോൾ ഇക്വേഷൻ നമുക്ക് കിട്ടി. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഉപയോഗിച്ചിട്ട് ഏരിയ കാണും. ലെങ്ത് നമ്മൾ ഇൻറ്റിജർ കൊടുത്തു, ബ്രെഡ്ത്ത് നമ്മൾ ഇൻറ്റിജർ കൊടുക്കുകയാണെങ്കിൽ ഉത്തരവ് എന്തായിരിക്കും? ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ ആദ്യം റിട്ടേൺ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്. നമുക്ക് ഫംഗ്ഷൻ എഴുതി നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ആദ്യം ഞാൻ ഫംഗ്ഷൻ എഴുതാണ്. അപ്പോൾ റിട്ടേൺ ടൈപ്പായിട്ട് ഉത്തരത്തിൻ്റെ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ഇൻറ്റിജർ എന്ന് കൊടുത്തു. കാരണം ലെങ്ത്തും ബ്രെഡ്ത്തും നമുക്ക് ഇൻറ്റിജർ കൊടുക്കാം. ഇനി ഫംഗ്ഷൻ്റെ പേര് ഏരിയ എന്ന് തന്നെ കൊടുത്തു, ഏരിയ. അപ്പോൾ റിട്ടേൺ ടൈപ്പ് എഴുതി, ഫംഗ്ഷൻ്റെ പേര് എഴുതി. ഇനി ആർഗ്യുമെന്റ്സ് എഴുതണം. ഇവിടെ എന്തൊക്കെയാണ് ആർഗ്യുമെന്റ്സ് ആയിട്ട് വരിക? ലെങ്ത്തും ബ്രെഡ്ത്തും, അല്ലേ? RHS വേരിയബിൾ L ഉം B യും. അപ്പോൾ ഞാൻ രണ്ടും ഇൻറ്റിജർ ആക്കി തന്നെ കൊടുത്തു. int L, int B, ഓപ്പൺ കർലി ബ്രാക്കറ്റ്. ഫംഗ്ഷൻ്റെ ഹെഡർ കഴിഞ്ഞു. ഇനി ഫംഗ്ഷൻ്റെ ബോഡിയിലേക്ക് വരണം. ഇനി അഡീഷണൽ വേരിയബിൾ വല്ലതും വേണോ? എന്ത് വേണം? റിസൾട്ട് സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിൾ വേണം, int A. അതും കൊടുത്തു. റിസൾട്ട് ഇൻറ്റിജർ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് A എന്ന് കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. ഓക്കെ, ഓപ്പറേഷൻ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ A = L×B എന്ന് എഴുതാം. എന്നിട്ടോ റിസൾട്ട് റിട്ടേൺ ചെയ്യണം. അപ്പോൾ റിട്ടേൺ, റിസൾട്ട് ഉള്ളത് A-യിലല്ലേ, റിട്ടേൺ A. ഇത്രയും എഴുതിനോട് കൂടി എന്തായി? ഫംഗ്ഷൻ ആയി. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ ഹാഷ് ഇൻക്ലൂഡ് IOStream എന്ന് പറയുന്ന ഹെഡർ ഫയൽ എഴുതണം. അതുപോലെ യൂസിങ് നെയിം സ്പേസ് std എന്നൊക്കെ എഴുതി ഈ ഹെഡർ ഫയൽസും അതുപോലെ യൂസിങ് നെയിം സ്പേസ് stdയും കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തെഴുതേണ്ടത്? ഈ ഫംഗ്ഷൻ എഴുതേണ്ടത്. ഓക്കെ, ഇത്രയായി. ഇപ്പം ഫംഗ്ഷനായി. ഇനി ഇത്രയും എഴുതി കഴിഞ്ഞാൽ ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യോ? ഇല്ല. ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യണം? കോൾ ചെയ്യണം, ഫംഗ്ഷനെ വിളിക്കണം. ശരിയല്ലേ? നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിൽ നിന്നൊരു കുട്ടി നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ആ കുട്ടിയുടെ പേര് വെച്ച് നമ്മൾ ആ കുട്ടിയെ വിളിക്കണം. ഓക്കെ, അപ്പോഴേ നമുക്ക് എന്താവുള്ളൂ? ആ കുട്ടിയെ നമ്മൾ അടുത്തേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ഏത് ഫംഗ്ഷൻ വർക്ക് ചെയ്യണമെങ്കിലും ആ ഫംഗ്ഷൻ എന്ത് ചെയ്യണം? കോൾ ചെയ്യണം, അല്ലെങ്കിൽ ഇൻവോക്ക് ചെയ്യണം. എങ്ങനെയാ വിളിക്കുക? പൊതുവെ നമ്മളെങ്ങനെ വിളിക്കല്? പേര് വെച്ചിട്ട് തന്നെ വിളിക്കണം. അപ്പോൾ നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതാൻ പോവാനും നോക്കാം. int main പ്രോഗ്രാം എഴുതുമ്പോൾ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം വിൽ സ്റ്റാർട്ട് ഫ്രം ദ മെയിൻ ഫംഗ്ഷൻ. ഒരു പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ തുടങ്ങുക അതിന് മെയിൻ ഫംഗ്ഷൻ എന്നാണ്. അപ്പം മെയിൻ ഫംഗ്ഷൻ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം, എങ്കിലേ നമുക്ക് മറ്റുള്ള ഫംഗ്ഷൻസിനൊക്കെ വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ എഴുതി. ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഇവിടെ ഇനി വല്ല വേരിയബിൾസും വേണോ എന്നാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എന്ത് ചെയ്യാം? ഈ ലെങ്ത്തിനും ബ്രെഡ്ത്തിനും വാല്യൂ കൊടുത്ത് കഴിഞ്ഞെങ്കിലേ ഈ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ?
അപ്പോൾ ആ വാല്യൂസ് ഒക്കെ നമുക്ക് കൊടുക്കണം. അത് കൊടുക്കലൊക്കെ നമ്മൾ ഈ മെയിൻ ഫംഗ്ഷനിലാണ് എഴുതുക. അപ്പോൾ നമുക്ക് വാല്യൂസ് ഇൻപുട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം, അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം. ഈ എക്സാമ്പിളിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഈ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ AR എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്തു. ഓക്കെ, ഈ AR എന്ന് പറയുന്ന വേരിയബിൾ എന്തിനാന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ ഉത്തരം കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് തരുമ്പോൾ അത് വാങ്ങി വെക്കാൻ, അത് എടുത്തു വെക്കാനുള്ള വേരിയബിളാണ് ഇത് AR. ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ആദ്യം AR എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഈ ഫംഗ്ഷന് വർക്ക് ചെയ്യിക്കണം. ഈ ഫംഗ്ഷന് വർക്ക് ചെയ്യിക്കണമെങ്കിൽ ഈ ഫംഗ്ഷൻ എന്ത് ചെയ്യണം? കോൾ ചെയ്യണം. എങ്ങനെ കോൾ ചെയ്യല്? ഏരിയ, അതിൻ്റെ പേര് വെച്ചിട്ട്. അപ്പോൾ ഏരിയ എന്നെഴുതി. ഇനി ഏരിയ എന്ന് മാത്രം എഴുതിയാൽ മതിയാവൂല. കാരണം ആ ഫംഗ്ഷൻ, നമ്മൾ വിളിക്കുന്ന ഫംഗ്ഷൻ എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ അത് നമ്മൾ നോക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ആർഗ്യുമെന്റ് ലിസ്റ്റിലാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ആർഗ്യുമെന്റ്സ് ലെങ്ത്തും ബ്രെഡ്ത്തുമാണ് അത് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂസ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കണം. അപ്പോൾ ഏരിയ ഈക്വൽ ടു 5,3 ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് ഈ റിസൾട്ട് എവിടെ സ്റ്റോർ ചെയ്യണം? ARൽ സ്റ്റോർ ചെയ്യണം. ഓക്കെ, ARൽ സ്റ്റോർ ചെയ്യണം. ഇനി ഞാനിതിൻ്റെ എക്സിക്യൂഷൻ എന്ന് പറയാം. എല്ലാവരും നോക്കുക. ആദ്യം മെയിൻ ഫംഗ്ഷനിൽ നിന്നാണ് എക്സിക്യൂഷൻ തുടങ്ങുക. അപ്പോൾ ഇൻറ്റ് AR എന്ന് പറയുന്ന വേരിയബിൾ ഒരു മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് AR ഈക്വൽ ടു ഏരിയ ഓഫ് 5,3 എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് 5,3 എന്ന് കണ്ടാൽ ഇതിനർത്ഥം ഈ പ്രോഗ്രാമിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട് ഏരിയ. ആ ഫംഗ്ഷന് 5ഉം 3ഉം നമ്മൾ വാല്യൂ കൊടുത്തു. അപ്പോൾ നേരിട്ട് എന്ത് ചെയ്യും? പ്രോഗ്രാം കൺട്രോളർ ഈ ഏരിയ എന്ന് പറയുന്ന ഈ ഫംഗ്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് പ്രോഗ്രാം കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ടോ ഈ 5 എന്ന് പറയുന്ന വാല്യൂ ആരെടുക്കും? ഫസ്റ്റത്തെ ആർഗ്യുമെന്റ്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെയും എന്ത് ചെയ്യും? മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്യും, Lഉം Bയും. ഏരിയ എന്ന് പറയുന്ന ഇതിനാവശ്യമായ മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്യും ആർഗ്യുമെന്റ്സിന്. അപ്പോൾ Lനും Bനും മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്ത് വന്നിട്ട് ഈ 5 എന്ന് പറയുന്ന ആരെടുക്കും? ആദ്യത്തെ ആർഗ്യുമെന്റ്, ആദ്യത്തെ വാല്യൂ, ആദ്യത്തെ ആർഗ്യുമെന്റ് എടുക്കും. അപ്പോൾ Lൽ 5 എന്നുള്ളത് സ്റ്റോർ ചെയ്യും. അതുപോലെ രണ്ടാമത്തെ ആർഗ്യുമെന്റ് രണ്ടാമത്തെ വാല്യൂ രണ്ടാമത്തെ ആർഗ്യുമെന്റ് കൊടുക്കും. അപ്പോൾ Bയിൽ 3 എന്നുള്ളത് സ്റ്റോർ ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇതിലേക്ക് വന്നു. എന്നിട്ടോ ഇൻറ്റ് എക്ക് മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്തു. ഇനി ഇവിടുത്തെ A ഈക്വൽ ടു L ഇൻറ്റു B, ഈ ലെങ്ത്തും ബ്രെഡ്ത്തും മൾട്ടിപ്ലൈ ചെയ്തു. 5 × 3 15. അത് എവിടെ സ്റ്റോർ ചെയ്യും? Aയിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ 15 ഇവിടെ സ്റ്റോർ ചെയ്തു. എന്നിട്ടോ റിട്ടേൺ A, എവിടുന്നാണോ നമ്മൾ ഇങ്ങോട്ട് വന്നത് അവിടേക്ക് എന്ത് ചെയ്യും? തിരിച്ചു പോകും. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. നമ്മൾ ഈ തിരിച്ചു വരുമ്പം കൊണ്ടുവരുന്ന ഒരു സാധനമുണ്ട്. എന്താ കൊണ്ടുവരുന്നത്? റിസൾട്ട്. ആ റിസൾട്ട് ഈ ഫംഗ്ഷൻ ഇവിടുന്ന് കാര്യങ്ങളൊക്കെ പെർഫോം ചെയ്ത് ആ ഉത്തരം കൊണ്ടുവന്നു. അത് ആര് സ്വീകരിക്കും? ഇവിടെയുള്ള AR എന്ന് പറയുന്ന വേരിയബിൾ അത് റിസീവ് ചെയ്യും. അപ്പോൾ ഈ ഫംഗ്ഷൻ തിരിച്ചു കൊണ്ടുവന്ന ഉത്തരം ARൽ സ്റ്റോർ ചെയ്തു 15. ഓക്കെ, അപ്പോൾ ഫംഗ്ഷൻ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു, ഓപ്പറേഷൻ പെർഫോം ചെയ്തു, റിസൾട്ട് റിട്ടേൺ ചെയ്തു. അത് ആര് സ്വീകരിച്ചു വെച്ചു? AR സ്വീകരിച്ചു വെച്ചു. ഇനി നമ്മൾ റിസൾട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യാൻ പോവാ. Cout ഏരിയ ഈസ് എന്ന് പറഞ്ഞിട്ട് ഏരിയ ഇപ്പോൾ ഇവിടെയുള്ള ARലാണ്, AR എന്ന് എഴുതി. ഇനി റിട്ടേൺ 0 എന്ന് എഴുതി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്തായി? ഏരിയ ഈസ് എന്ന് പറഞ്ഞിട്ട് ഈ 15 ഡിസ്പ്ലേ ചെയ്തു, റിട്ടേൺ 0. ഇപ്പം ഈ പ്രോഗ്രാമിൽ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. ആ രണ്ട് ഫംഗ്ഷൻ, ഒന്ന് മെയിൻ ഫംഗ്ഷനാണ്, മറ്റൊന്ന് ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷനെ നമ്മൾ പറയുന്ന പേര് കോളിംഗ് ഫംഗ്ഷൻ എന്നാണ്. കോളിംഗ് ഫംഗ്ഷൻ. അപ്പോൾ ഈ കോളിംഗ് ഫംഗ്ഷനിൽ വിളിക്കുന്ന ഫംഗ്ഷൻ, ഈ കോളിംഗ് ഫംഗ്ഷനിൽ
ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ടാണ് കോളിംഗ് നടത്തുക. ആ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എന്ത് പറയും? കോളിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. അതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതെന്താണ്? കോളിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ കോളിംഗ് ഫംഗ്ഷനിൽ കോളിംഗ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും. ഓക്കെ, ഇനി ഈ കോളിംഗ് സ്റ്റേറ്റ്മെന്റിൽ 2 ആർഗ്യുമെന്റ്സ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടില്ലേ? ഈ ആർഗ്യുമെന്റ്സിനെ നമ്മൾ പറയുന്ന പേര് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും. ഈ പാരാമീറ്ററിനെ നമ്മൾ പറയുന്ന പേര് ആക്ച്വൽ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത് കോളിംഗ് ഫംഗ്ഷൻ ആണ്. കോളിംഗ് ഫംഗ്ഷനിൽ കോളിംഗ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാകും. ഇതാണ് കോളിംഗ് സ്റ്റേറ്റ്മെന്റ്. അതിലുള്ള ആർഗ്യുമെന്റ്സിനെ നമ്മൾ പറയുന്ന പേരാണെന്ത്? ആക്ച്വൽ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ആക്ച്വൽ പാരാമീറ്റർ. ഓക്കെ, ഇനി ഈ ഫംഗ്ഷനെയാണ് കോൾ ചെയ്ത് വിളിക്കപ്പെട്ട ഫംഗ്ഷൻ ഇതാണ്. അതുകൊണ്ട് ഇതിനെ പറയുന്ന പേര് കോൾഡ് ഫംഗ്ഷൻ എന്നാണ്. കോൾഡ് ഫംഗ്ഷൻ. ഓക്കെ, ഈ കോൾഡ് ഫംഗ്ഷനിൽ ഇവിടെ 2 ആർഗ്യുമെന്റ്സ് ഇല്ലേ? ഈ 2 ആർഗ്യുമെന്റ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഫോർമൽ ആർഗ്യുമെന്റ്. ഫോർമൽ ആർഗ്യുമെന്റ്. കോൾഡ് ഫംഗ്ഷനിൽ ഉള്ള ആർഗ്യുമെന്റ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഫോർമൽ ആർഗ്യുമെന്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ബേസ്ഡ് പ്രോഗ്രാം നമ്മൾ എഴുതി കഴിഞ്ഞാൽ കോളിംഗ് ഫംഗ്ഷൻ ഏതാണ്, കോളിംഗ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്, ആക്ച്വൽ ആർഗ്യുമെന്റ് എന്നാണ്, കോൾഡ് ഫംഗ്ഷൻ ഏതാണ്, ഫോർമൽ ആർഗ്യുമെന്റ് എന്താണ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ ഇങ്ങനെ എക്സാമിന് ഇതേപോലത്തെ ഒരു പ്രോഗ്രാം അങ്ങ് തരും. എന്നിട്ട് ഓരോന്ന് ഏതാണെന്ന് ചോദിക്കും. അപ്പം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിരിക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണുന്നതിനുള്ള പ്രോഗ്രാം ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് എഴുതി. അപ്പോൾ ആദ്യം നമ്മൾ ഫംഗ്ഷൻ എഴുതി, എന്നിട്ട് മെയിൻ ഫംഗ്ഷൻ എഴുതി. ഓക്കെ, ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞിട്ടാണ് മെയിൻ ഫംഗ്ഷൻ എഴുതിയത്. ഇനി ഇതല്ലാതെയും നമുക്ക് എന്ത് ചെയ്യാം? ഫംഗ്ഷൻ എഴുതാം. ആദ്യം മെയിൻ ഫംഗ്ഷൻ എഴുതിയിട്ട് പിന്നെ കോളിംഗ് ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ കോൾഡ് ഫംഗ്ഷൻ പിന്നെ അതിന് താഴെ എഴുതാം. അപ്പൊ ഇപ്പൊ നമ്മൾ എഴുതിയത് എന്താണ്? ആദ്യം കോൾഡ് ഫംഗ്ഷൻ എഴുതി പിന്നെ താഴെ മെയിൻ ഫംഗ്ഷൻ എഴുതി. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ? എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റെഡിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്തായിരുന്നു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ പ്രോഗ്രാം ടു കാൽക്കുലേറ്റ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ബൈ എ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഒരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ ഇക്വേഷനെ പറ്റി ആലോചിക്കാം. കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് CI ഈക്വൽ ടു, അതിന് ഇക്വേഷൻ എന്ന് പറയുന്നത് A മൈനസ് P ആണ് അല്ലേ? ഇവിടെ A എന്ന് പറയുന്നത് നമുക്ക് തിരിച്ച് കിട്ടുന്ന എമൗണ്ട്. ഇപ്പം നമ്മൾ ഒരു 10,000 എന്ന് പറയുന്ന ഒരു എമൗണ്ട്, അതാണ് പ്രിൻസിപ്പൽ എമൗണ്ട്. അത് 2 വർഷത്തേക്ക്, അപ്പം നമ്പർ ഓഫ് ഇയേഴ്സ് 2 ആണ്. ഒരു 10.5% പലിശ നിരക്കിൽ നമ്മൾ നിക്ഷേപിച്ചു നോക്കാം. അങ്ങനെ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ 2 വർഷം കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുന്ന എമൗണ്ട് ആണ് A. ആ എമൗണ്ടിൽ എന്തുണ്ടാകും? നമ്മൾ കൊടുത്ത എമൗണ്ടും ഉണ്ടാകും, അതുപോലെ പലിശയും ഉണ്ടാവും, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഉണ്ടാവും. ഇപ്പം എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം, നമുക്ക് തിരിച്ച് 10,250 രൂപ കിട്ടിയെന്ന് വെക്കാം. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പലിശ എത്രയാണ്? 250 അല്ലേ? 10,250 കിട്ടിയാൽ നമ്മുടെ പലിശ എന്ന് പറയും 250. നമുക്ക് അധികമായിട്ട് കിട്ടിയതാണ്. അപ്പം അത് കിട്ടണമെങ്കിൽ നമുക്ക് കിട്ടിയ എമൗണ്ടിൽ നിന്നും നമ്മൾ അടച്ച എമൗണ്ട് മൈനസ് ചെയ്യണം. റെഡിയല്ലേ? ഇനി ഈ എമൗണ്ട് എങ്ങനെയാണ് കാണുക? എമൗണ്ട് ഈക്വൽ ടു P × 1 + R/100 ഹോൾ റേസ് ടു n. ഇതാണ് എമൗണ്ട് കാണുന്നതിനുള്ള ഇക്വേഷൻ. ഈ 2 കാര്യങ്ങളും നമുക്ക് അറിയാം. അപ്പം ഇവിടെ നമ്മൾ ആദ്യം കാണേണ്ടത് എമൗണ്ടാണ്. എങ്കിലേ നമുക്ക് എമൗണ്ടിൽ നിന്ന് P മൈനസ് ചെയ്ത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണാൻ കഴിയുള്ളൂ. റെഡിയല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ആദ്യം A കാണണം. A കാണണമെങ്കിൽ നമ്മൾ എന്തൊക്കെ കൊടുക്കണം? Pയും Rഉം Nഉം ആണ് ഇൻപുട്ട് ചെയ്യേണ്ടത്. അതുപയോഗിച്ച് A കാണണം, എന്നിട്ട് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കാണണം.
നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ ഉത്തരത്തിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്താക്കിയെടുക്കാം? ഫ്ലോട്ട് ആയിട്ട് എടുക്കാം. ഫ്ലോട്ട് കോമ്പൗണ്ട് അണ്ടർസ്കോർ ഇൻട്രസ്റ്റ് എന്നെഴുതി. ഇനി ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന ഇതാണ്. അപ്പോൾ പിയും എന്നും ആറും ആണ് അതിൻ്റെ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻറ്റ് പി ഇൻറ്റ് എൻ ഫ്ലോട്ട് ആർ ഇങ്ങനെ കൊടുത്തു. ഇനി നമ്മൾ ഫംഗ്ഷൻ്റെ ബോഡിയിലേക്ക് വന്നു. ഇനി എന്തെങ്കിലും വേരിയബിൾസ് വേണോ നോക്കണം. എന്തൊക്കെ വേണം? എ വേണം, ശരിയല്ലേ? അപ്പോൾ ഫ്ലോട്ട് എ. അതുപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് സ്റ്റോർ ചെയ്യണ്ടേ, അപ്പോൾ അതും വേണം. അപ്പോൾ ഫ്ലോട്ട് സി ഐ അതും ഫ്ലോട്ടായിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ അഡീഷണൽ വേരിയബിൾസ് നമ്മൾ എന്ത് ചെയ്തു? ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓപ്പറേഷൻ പെർഫോം ചെയ്യലാണ്. ആദ്യം എ കാണണം. എ ഈക്വൽ ടു പി ഇൻറ്റു 1 + r/100 ഹോൾ റൈസ് ടു n എന്നാണ് അല്ലേ? അപ്പോൾ ഈ റൈസ് ടു എക്സ് റൈസ് ടു എ എന്നുള്ളതൊക്കെ കൊടുക്കണമെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? പവർ. റെഡിയല്ലേ? എക്സ് റൈസ് ടു എ അല്ലെങ്കിൽ 2⁸ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എഴുതുക പവർ എന്ന് എഴുതി, ആദ്യം ബേസ് എഴുതി, പിന്നെ എക്സ്പോണൻ്റ് എഴുതും. പവർ 2,8 എന്ന് എഴുതാം. അതേപോലെയാണ് ഇതിന് എഴുതേണ്ടത്. അപ്പോൾ പി ഇൻറ്റു പവർ. ഇനി ഇവിടെ ഇതാണ് ബേസ്, ഇതാണ് എക്സ്പോണൻ്റ്. അപ്പോൾ പവർ എന്ന് എഴുതി 1 + r/100 എന്നെഴുതി. എന്നിട്ടോ ഹോൾ റൈസ് ടു എന്ന് പറയുന്നതിന് നമ്മൾ പവർ ആക്കി എഴുതുമ്പോൾ ബേസ് n ഇങ്ങനെ എഴുതി. ഉണ്ടോ? 1 + r/100 n. അപ്പോൾ പവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ എ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി പി ഇൻറ്റു 1 + r/100 ഹോൾ റൈസ് ടു പവർ. ഇനി സി ഐ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈക്വൽ ടു എ മൈനസ് പി. ഇനി ഉത്തരം കിട്ടി. ഉത്തരം എവിടെ ഉണ്ട്? സി ഐയിലുണ്ട്. അപ്പോൾ റിട്ടേൺ സി ഐ. അത് എന്ത് ചെയ്തു? റിട്ടേൺ ചെയ്തു. ഓക്കെ, അപ്പം ഞാൻ ഫംഗ്ഷൻ പറഞ്ഞു. ഇനി ഫംഗ്ഷൻ എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ട കാര്യങ്ങൾ നമ്മൾ എഴുതിയിട്ടില്ല. അത് ഞാൻ ഇവിടെ സ്ഥലം വിട്ടിട്ടുണ്ട്. ഹാഷ് ഇൻക്ലൂഡ് എന്തെഴുതി? IOStream എന്നെഴുതി. അതുപോലെ പവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ ഏത് ഹെഡർ ഫയൽ വേണം? ഹാഷ് ഇൻക്ലൂഡ് CMath വേണം. പിന്നെ യൂസിങ് നെയിം സ്പേസ് STD എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തിട്ട് വേണം നമ്മളിത് എഴുതാൻ. ഞാനിത് പറഞ്ഞിട്ട് അത് എഴുതാമെന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയായപ്പം എന്തായി? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി മെയിൻ ഫംഗ്ഷൻ എഴുതണം. നോക്കാം. ഇൻറ്റ് മെയിൻ കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻറ്റ് മെയിൻ. ഇനി ഇവിടെ നമ്മൾ നേരത്തെ ഡയറക്റ്റായിട്ട് വാല്യൂ കൊടുത്തേക്കാം. അങ്ങനെ കൊടുക്കാം. ഒരു മെത്തേഡ് അതാണ്. ഓക്കെ, പിക്കും എന്നിനും ആറിനും നമ്മൾ ഓരോരോ വാല്യൂസ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് നേരിട്ട് കൊടുക്കാം. അല്ലെങ്കിലോ അവിടെ ഇപ്പോൾ നമ്മളിവിടെ പിക്ക് 1000, അതുപോലെ N 2, R 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വാല്യൂസ് വെച്ചിട്ടുള്ളത് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമുക്ക് വേറൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വീണ്ടും ഈ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി എഴുതണം. അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? നമ്മൾ വേരിയബിൾസ് കൊടുത്താൽ മതി. എന്നാൽ നമുക്ക് ആ വേരിയബിളിന് ഏത് വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ട് ചെയ്യാം. ഐഡിയ മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി വേരിയബിൾസ് ആയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻറ്റ് പി എൻ ഇത് രണ്ടും ഞാൻ ഇൻറ്റിജർ ആയിട്ട് കൊടുത്തു. ഇനി ഫ്ലോട്ട് ആർ, അതുപോലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യാൻ ഞാൻ COMP എന്ന് പറയുന്നൊരു വേരിയബിളും കൊടുത്തു. അവിടെ ക്യാപിറ്റൽ PNR ആണ് കൊടുത്തത്. ഇവിടെ നമ്മൾ സ്മോൾ PNR ആണ് കൊടുക്കുന്നത്. ഓക്കെ, രണ്ട് ടൈപ്പ് ആർഗ്യുമെന്റ്സ് ആണ്. അപ്പം അങ്ങനെ നെയിം ഒരേപോലെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക.
പിന്നെ റിസൾട്ട് സ്റ്റോർ ചെയ്യാൻ COMP എന്ന് കൊടുത്തു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി എന്ത് ചെയ്യണം? നമ്മൾ വാല്യൂസ് ഇൻപുട്ട് ചെയ്യണം. Cout എൻ്റർ PNR എന്നെഴുതി Cin PNR ഇൻപുട്ട് ചെയ്തു. ഇപ്പം നമ്മൾ വാല്യൂസ് ഇൻപുട്ട് ചെയ്തു. ഇനി ഈ ഇൻപുട്ട് ചെയ്ത വാല്യൂ വെച്ചിട്ടാണ് ഈ ഫംഗ്ഷൻ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ വർക്ക് ചെയ്യണമെങ്കിൽ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യണം. എങ്ങനെ കോൾ ചെയ്യുക? അതിൻ്റെ പേര് വെച്ചിട്ട്. അപ്പോൾ എന്താ പേര്? കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. കോമ്പൗണ്ട് അണ്ടർസ്കോർ ഇൻട്രസ്റ്റ് എന്താണ് അവിടെ കൊടുത്തത് അതന്നെ കൊടുക്കണം. ഇനി ഇവിടെ നമ്മൾ ഈ ഇൻപുട്ട് ചെയ്ത P,N,R ഇതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നതോടുകൂടി ഇങ്ങോട്ട് വന്നിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ റിസൾട്ട് സ്റ്റോർ ചെയ്യുന്നത് കോമ്പിലാണ്. അപ്പോൾ കോളിംഗ് സ്റ്റേറ്റ്മെന്റ് എഴുതി കോംപ് ഈക്വൽ ടു കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് PNR. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ എക്സിക്യൂഷൻ ഒന്ന് നോക്കാം. ഇവിടെ P അതിനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, മെമ്മറി ക്രിയേറ്റ് ചെയ്തു, N അതുപോലെ R ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് അതുപോലെ കോമ്പിനും മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്തു, കോംപ്. ഇനി എൻ്റർ PNR ഇവിടെ നമ്മൾ Pക്ക് നമ്മളൊരു 10,000 എന്ന് കൊടുത്തു, N-നൊരു 2 കൊടുത്തു, അതുപോലെ R-നൊരു 5.5 എന്ന് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഈ കോളിംഗ് സ്റ്റേറ്റ്മെന്റ് എഴുതി കഴിഞ്ഞാൽ എന്താകും? ആദ്യത്തെ വാല്യൂ Pന്റെ വാല്യൂ നേരെ ഈ കോൾഡ് ഫംഗ്ഷനിലേക്ക് വരും. ഇവിടെ എത്തുമ്പം ഇവിടെ ക്യാപിറ്റൽ P, ക്യാപിറ്റൽ N, ക്യാപിറ്റൽ R എല്ലാത്തിനും മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്തു. അതുപോലെ എക്ക് മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്തു, അതുപോലെ CIക്ക് മെമ്മറി സ്പേസ് ക്രിയേറ്റ് ചെയ്തു. റൈറ്റ്. ഇനി ഈ Pയുടെ വാല്യൂ ഫസ്റ്റത്തെ ആർഗ്യുമെന്റിന്റെ വാല്യൂ ക്യാപിറ്റൽ P എടുക്കും. അപ്പോൾ ഇവിടെ 10,000 എന്ന് കിട്ടും. അതുപോലെ ഈ N-ന്റെ വാല്യൂ 2 എന്നുള്ളത് ക്യാപിറ്റൽ N എടുക്കും. അതുപോലെ R-ന്റെ വാല്യൂ 5.5 ക്യാപിറ്റൽ R എടുക്കും. എന്നിട്ടോ നേരിട്ട് ഇങ്ങോട്ട് വരും. ഈ മെമ്മറി സ്പേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇത് എക്സിക്യൂട്ട് ചെയ്തപ്പം ഇനി എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്തു. എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് ആ എമൗണ്ട് ഇവിടെ സ്റ്റോർ ചെയ്യും. അതുപോലെ പിന്നെ അത് ഉപയോഗിച്ച് CI കാൽക്കുലേറ്റ് ചെയ്യും. ആ ഉത്തരം ഇവിടെ സ്റ്റോർ ചെയ്യും. റിട്ടേൺ CI, ഈ റിട്ടേൺ CI ആ ഉത്തരം കൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ വരും. ഓക്കെ, ഇങ്ങോട്ട് തന്നെ വന്നിട്ട് ഈ ഉത്തരം കോമ്പിൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഇവിടെ ആ കോമ്പിൽ ആ ഉത്തരം ഉണ്ടാവും. ഇനി അത് നമുക്ക് എന്ത് ചെയ്താൽ മതി? റിസൾട്ട് ഡിസ്പ്ലേ ചെയ്താൽ മതി. Cout കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഈസ് എന്നെഴുതി കോംപ് എന്നെഴുതി റിട്ടേൺ 0. ഓക്കെ, ആ ഉത്തരം നമ്മൾ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്തു. കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പം നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡയറക്റ്റ് വാല്യൂ കൊടുത്തു. ഇവിടെ നമ്മൾ വേരിയബിൾസ് ഇനി ഡിക്ലെയർ ചെയ്തിട്ട് അതിൽ ആ വേരിയബിൾസ് ഇൻപുട്ട് ചെയ്തിട്ട് ആ വാല്യൂ പാസ് ചെയ്തു. ഓക്കെ, ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ കോളിംഗ് ഫംഗ്ഷൻ, മെയിൻ ഫംഗ്ഷനാണ് കോളിംഗ് ഫംഗ്ഷൻ. ഇതാണ് കോളിംഗ് സ്റ്റേറ്റ്മെന്റ്. ഇതിലുള്ള ആർഗ്യുമെന്റ്സ് ഈ സ്മോൾ ലെറ്റർ PNR ആണ് ആക്ച്വൽ ആർഗ്യുമെന്റ്. ഇനി ഇതാണ് കോൾഡ് ഫംഗ്ഷൻ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. അതിലുള്ള ആർഗ്യുമെന്റ്സ് ഇതാണ് എന്ത്? ഫോർമൽ ആർഗ്യുമെന്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം, ഫംഗ്ഷൻ ബേസ്ഡ് പ്രോഗ്രാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്തരം പ്രോഗ്രാമുകൾ നിങ്ങൾ എഴുതി ശീലിക്കണം എന്നുള്ളൊരു റിക്വസ്റ്റ് നിങ്ങളുടെ മുന്നിൽ വെച്ച് ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്.